ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിരിയാണിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അതിനുവേണ്ടി ഞാനിപ്പോൾ ഇവിടെ 1 കിലോ ചിക്കനാണ് എടുത്തത്. ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതുപോലുള്ളൊരു സ്ട്രെയിനറിലിട്ട് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് വെള്ളമൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ളൊരു സ്ട്രെയിനറിലിട്ട് വെക്കാം ആദ്യം. ഇനി നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ആദ്യം നമുക്ക് ചിക്കനൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിനുവേണ്ടി ആദ്യം ഒരു ബൗളിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക, 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുക, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക, 2 ടേബിൾ സ്പൂൺ തൈര് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക. 1 മുട്ട ഇതുപോലെ ഒന്ന് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇനി ഞാനിതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടെ കൂട്ടിയിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ ചിക്കൻ എല്ലായിടത്തും നിന്ന് തരുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇതൊരു അരമണിക്കൂർ നിന്ന് മാറ്റി വെക്കാം. അടച്ചു വെച്ച് ഒരു അരമണിക്കൂർ നിന്ന് മാറ്റി വെക്കാം. ഇനി നമ്മൾ ഇതുപോലെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഒരു 10-15 ചെറിയ ഉള്ളി ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്നങ്ങ് ചതച്ചെടുക്കാം. ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്നങ്ങ് ചതച്ചെടുത്താൽ മതി. ഇനി നമുക്കിതൊരു വേറെ ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 6-7 പച്ചമുളക്, 7 വെളുത്തുള്ളി, ഇതുപോലുള്ള 2 കഷ്ണം ഇഞ്ചി ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കണം. നമ്മൾ ചെറിയുള്ളി ചതച്ചെടുത്ത അതേ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാതെ ചെറിയുള്ളി ചതച്ചത് ഞാനൊരു വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിപ്പോൾ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്നങ്ങ് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതും ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ആവശ്യമുള്ള റൈസ് ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. ഞാനിപ്പോൾ ഇവിടെ 3 കപ്പ് റൈസാണ് എടുക്കുന്നത്. 3 കപ്പ് ബാസ്മതി റൈസാണ് എടുക്കുന്നത്. നമ്മൾ കൈമ റൈസാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലെ സോക്ക് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റായിട്ട് കഴുകി ഊറ്റിയെടുത്തിട്ട് വേവിച്ചെടുത്താൽ മതി. പിന്നെ നമ്മൾ ഇത് 20 മിനിറ്റ് മാത്രമേ നമ്മളിത് സോക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ കൂടുതൽ നമ്മൾ വെള്ളത്തിലിട്ട് വെക്കരുത്. 20 മിനിറ്റ് ആകുമ്പോൾ തന്നെ വേഗം ഒരു സ്ട്രെയിനറിലേക്ക് ഇട്ടിട്ട് ഊറ്റി വെക്കാം. പിന്നെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രം സോക്ക് ചെയ്യാൻ വെക്കാം. ഞാനിപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 20 മിനിറ്റ് ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് വറുത്തെടുക്കാനുള്ള ഐറ്റംസൊക്കെ ഒന്ന് വറുത്തെടുക്കാം. അതിനുവേണ്ടി ഇതുപോലുള്ളൊരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് കാഷ്യൂസ് ഒന്ന് വറുത്തെടുക്കാം. കാഷ്യൂസ് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കിസ്മിസ് ഇട്ട് കൊടുക്കാം. കിസ്മിസ് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. 2 സവാളയാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തത്. 2 മീഡിയം സൈസ് സവാള ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാളയ്ക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുത്തത്. ഇനി ഈ സവാളയൊന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നവരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ സവാള ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. ഈ എണ്ണയിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കന് ഞാനിപ്പോൾ ഇവിടെ അത്യാവശ്യം വലുതായിട്ടാണ് കട്ട് ചെയ്തെടുത്തത്. നിങ്ങൾക്ക് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ ചെറുതാക്കിയിട്ട് എടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു വലുപ്പത്തിലാണ് ചിക്കൻ കട്ട് ചെയ്തെടുത്തത്. പിന്നെ നമ്മൾ ചിക്കൻ ഒരുപാട് സമയമൊന്നും ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് അങ്ങ് മൊരിയിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഒരു 3/4 ഭാഗമൊക്കെ ഒന്ന് വേവിച്ചെടുത്താൽ മതി. ഒരു സൈഡൊന്നും ആകുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. 2 ഭാഗവും നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ബിരിയാണിയിലേക്ക് വേണ്ട മസാല ഉണ്ടാക്കി തുടങ്ങാം. ഇനി നമ്മൾ ഇതുപോലുള്ളൊരു അടി കട്ടിയുള്ള പാൻ വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് നമ്മൾ ചിക്കൻ വറുത്ത ഓയിലിൽ നിന്ന് കുറച്ച് ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1 തവി ഓയിൽ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് നേരത്തെ ചതച്ച് വെച്ച ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം.
ചെറിയുള്ളി ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മുടെ ബിരിയാണിക്ക്. ഇനി നമ്മളിതിലേക്ക് നേരത്തെ ചതച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിൻ്റെ പച്ചമണമൊക്കെ പോകുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കുക. 4 സവാളയാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തത്. ഇതുപോലെ നീളത്തിൽ അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഇപ്പോൾ തന്നെ ചേർക്കുമ്പോൾ നമുക്കിത് പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. ഇപ്പോൾ ഇതാ സവാള നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല ചേർക്കാം. 1 ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഈ പൊടികളുടെയൊക്കെ പച്ചമണം പോകുന്നവരെ നമ്മളിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. 2 തക്കാളിയാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തത്. ഇനി ഈ തക്കാളി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് മല്ലിയില ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് പുതിനയില ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. 3 ടീസ്പൂൺ തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ച സവാളയുടെ പകുതി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് കാഷ്യൂസും കിസ്മിസും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ വറുത്ത് വെച്ചതിൽ നിന്ന് കുറച്ച് കാഷ്യൂസും കിസ്മിസും ഇതിലേക്ക് ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ഇതിലേക്ക് സവാള വഴറ്റുന്ന സമയത്ത് ഉപ്പ് ചേർത്തതാണ്. ഇപ്പോൾ നോക്കിയിട്ട് ആവശ്യമാണെന്നുണ്ടെങ്കിൽ മാത്രം ഇപ്പോൾ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മളിതിലേക്ക് നോക്കിയിട്ട് ആവശ്യമാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. നമ്മൾ വറുത്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് കുറച്ച് സമയം വേവിക്കണം. ചിക്കൻ ഒന്ന് ജസ്റ്റ് ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേറൊരു അടുപ്പിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. കുറച്ച് സമയം ഇതൊന്ന് വേവിച്ചെടുത്താൽ മതി. ഒരു 5 മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് റൈസ് വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ നെയ്ച്ചോറായിട്ടാണ് റൈസ് വേവിക്കുന്നത്. നമുക്ക് റൈസ് വേവിക്കാനുള്ള പാത്രത്തിലേക്ക് ഇതുപോലെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തത്. 2-3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 4 ഗ്രാമ്പു, 4 ഏലക്ക, 2 കഷ്ണം പട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു സവാളയുടെ 1/4 ഭാഗം ഇതുപോലെ ഒന്ന് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 6 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 3 കപ്പ് റൈസാണ് എടുത്തത്. അതുകൊണ്ട് ഇതിലേക്ക് അതിൻ്റെ ഇരട്ടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 6 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. നമ്മൾ കഴുകി ഊറ്റി വെച്ച അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഒരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മളിത് ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് കുറച്ച് സമയം ഇതൊന്ന് വേവിച്ചെടുക്കണം. ഒരു 10-12 മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കുക. ഇപ്പോൾ ഇതവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് ഇപ്പോൾ കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ റൈസ് ഇവിടെ ആവശ്യത്തിന് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ദം ചെയ്തെടുക്കാം.
ആദ്യം നമുക്കിതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. നമ്മൾ വേവിച്ച് വെച്ച ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മേലെ നമ്മൾ വറുത്ത് വെച്ച സവാള ഇട്ട് കൊടുക്കാം. കാഷ്യൂസും കിസ്മിസും ഇതുപോലെ ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. കുറച്ച് ഗരം മസാല ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ബാക്കിയുള്ള ചോറ് മുഴുവൻ ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം. നേരത്തെ ചെയ്ത പോലെ തന്നെ സവാള ഇട്ട് കൊടുക്കാം. കാഷ്യൂസും കിസ്മിസും ഇട്ട് കൊടുക്കാം. മല്ലിയിലിടാം. കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം. കുറച്ച് ഗരം മസാല ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇതിൻ്റെ മേലെ ഒരു അലൂമിനിയം ഫോയിൽ ഇതുപോലെ വെച്ചിട്ട് ഇതൊന്ന് അടച്ചു വെക്കാം. എന്നിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ചെയ്തതിന് ശേഷം ഒരു തവ ചൂടാക്കിയിട്ട് അതിൻ്റെ മേലെ വെച്ച് കൊടുക്കാം. ഇനി നമ്മളിത് ഒരു 10-15 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് വെക്കണം. പരമാവധി ഫ്ലെയിം കുറച്ച് വെക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇതുപോലെ ബിരിയാണി ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്ന ബിരിയാണിയാണ്. വളരെ പെട്ടെന്ന് റെഡിയായി കിട്ടുന്ന ബിരിയാണി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്